ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ 17ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം ഈശോ തൻ്റെ ആണിപ്പഴുതുള്ള കരം നീട്ടി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് അച്ഛൻ അപേക്ഷിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഒത്തിരി ആളുകൾ ഇതിൻ്റെ അകത്ത് പങ്കുചേരുന്നുണ്ട്. അനേകർ ഇതിനെക്കുറിച്ച് അവരുടെ കുടുംബത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ദൈവത്തിന് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം, പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥന അത് ഏറ്റവും തീഷ്ണതയോടെ നടത്തണം. കുംഭസാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിലെ ആഴ്ചയിലൊന്ന് വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ കുർബാനയർപ്പണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ വ്യക്തിപരമായിട്ടുള്ള നിങ്ങൾ ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്ന് അകന്നു പോകരുത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, പരസ്പരം പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ അപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് സാബത്ത് ആചരിക്കുക. അനേക കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിന് ബ്ലോക്ക് വരുന്ന, ദൈവാനുഗ്രഹത്തിന് പ്രശ്നം വരുന്ന ഒരു കാര്യമാണ് സാബത്ത് ആചരിക്കാത്തത്. ഇത് തിരിച്ചറിയാൻ പലരും ഇന്ന് ശ്രമിക്കാറില്ല. എന്തിനാണ് സാബത്ത് ആചരിക്കുന്നത്? പരിശുദ്ധ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ചരിത്രം കാണാനായിട്ട് പറ്റും. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടക്കുക. അവർ അവിടെ വേദനയാൽ വിഷമിക്കുന്ന സമയത്ത് ദൈവം മോശയിലൂടെ ആ മക്കളെ മുഴുവനും വീണ്ടെടുക്കുക. അവസാനം അവരെ കാനാൻ ദേശത്തെത്തി. ഈ കാനാൻ ദേശത്തെത്തിക്കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം ഈ മക്കൾക്ക് സാബത്ത് ആചരിക്കാൻ ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കുക. 2 തരത്തിൽ സാബത്ത് ആചരിക്കാനാണ് പഴയ നിയമത്തിൽ പിതാവായ ദൈവം ജനത്തോട് ആവശ്യപ്പെട്ട്. ഒന്നാമത് പറഞ്ഞു, നിങ്ങൾ 6 ദിവസം അധ്വാനിക്ക്, 7ാം ദിവസം സാബത്തായിട്ട് ആചരിക്കണം. അന്ന് അധ്വാനിക്കാൻ പാടില്ല, ഫലമുണ്ടാക്കാൻ പാടില്ല, ഭൂമി വെറുതെ ഇടണം. 2ാമത്തെ സാബത്തിനെ കുറിച്ച് ഇപ്രകാരമാണ് പഴയ നിയമത്തിൽ പഠിപ്പിക്കുക. 6 വർഷം നിങ്ങൾ അധ്വാനിക്കണം, 7ാം വർഷം സാബത്തായിട്ട് ആചരിക്കണം. അന്ന് ഭൂമിയിൽ അധ്വാനിക്കാൻ പാടില്ല, പൂർണ്ണ വിശ്രമമായിരിക്കണം. ദൈവത്തെ ആചരിക്കണം, അല്ലെങ്കിൽ സാബത്ത് ആചരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെക്കേണ്ട വർഷമാണ്. ഇപ്രകാരം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ജനം ദൈവത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമേ, 1 വർഷം ഞങ്ങളിങ്ങനെ അധ്വാനിക്കാതെ ഫലമുണ്ടാക്കാതെ ഇരുന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ എങ്ങനെ ഭക്ഷിക്കും? ഇപ്പം പിതാവായ ദൈവം കൊടുക്കുന്ന നല്ലൊരു മറുപടിയുണ്ട്. മക്കളെ, നിങ്ങൾ 6ാം വർഷം അധ്വാനിക്കുമ്പോൾ ഞാൻ 3 ഇരട്ടി ഫലം നിങ്ങൾക്ക് തരും. എന്ന് വെച്ചാൽ 7ാം വർഷം ജീവിക്കാനും 8ാം വർഷം ജീവിക്കാനും 9ാം വർഷത്തേക്കുള്ള ഫലം ഞാൻ നിങ്ങൾക്ക് തരുവാ. പക്ഷെ നിങ്ങൾ 8ാം വർഷം നിങ്ങൾ അധ്വാനിച്ചോ, 9ാം വർഷം നിങ്ങൾ അധ്വാനിച്ചോ, കുഴപ്പമില്ല. പക്ഷെ 7ാം വർഷം അധ്വാനിക്കരുത്. പ്രിയപ്പെട്ടവരെ, ജനത്തിന് സന്തോഷമായി. അവർ അപ്രകാരം 7ാമത്തെ വർഷം അവർ അധ്വാനിച്ചില്ല, ഫലമുണ്ടാക്കാൻ പോയില്ല. അത് സാബത്ത് വർഷമായിട്ട് അവർ ആചരിച്ചു. ഈ 6ാം വർഷം അതിൻ്റെ ഫലമായിട്ട് അവർക്ക് 3 ഇരട്ടി ഫലം കിട്ടുകയും ചെയ്തു. ഇതിങ്ങനെ മുന്നോട്ട് പോകുക. പക്ഷെ പിറ്റേ പ്രാവശ്യം 7ാം വർഷമായപ്പോൾ അവരുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നുകൂടി. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കണേ, വെറുതെ ഇരിക്കണേ? എന്തിനാ ഇങ്ങനെ ഭൂമി വെറുതെ ഇട്ടേക്കണേ? ഈ വർഷവും കൂടി അധ്വാനിച്ചാൽ കുറച്ചും കൂടി ഫലം കിട്ടില്ലേ? ആ ചിന്ത അവരെ കയറി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ സാബത്ത് വർഷം പിന്നെ ആചരിക്കാൻ മെനക്കെട്ടില്ല. അവരങ്ങനെ സാബത്ത് ആചരിക്കാതെ എല്ലാ വർഷവും അധ്വാനിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 500 വർഷം കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം ജനത്തോട് ചോദിച്ചു, ജനമേ, എൻ്റെ മക്കളെ, നിങ്ങളും നിങ്ങളുടെ പൂർവികരും സാബത്ത് വർഷം ആചരിക്കുന്നുണ്ടോ? ജനത്തിന് മൗനമാ. പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണാനായിട്ട് പറ്റും. പിതാവായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 70 വർഷം നിങ്ങൾ സാബത്ത് ആചരിക്കേണ്ട ഒരു വർഷങ്ങളായിരുന്നു, പക്ഷെ നിങ്ങൾ ആചരിച്ചിട്ടില്ല. അതുകൊണ്ട് 70 വർഷത്തേക്ക് പ്രവാസത്തിലേക്ക് പൊക്കോളുക.
എന്ന് വെച്ചാൽ പ്രവാസത്തിലേക്ക് പോകാനുള്ള 7ാമത്തെ കാരണം പറയുന്നത് നിങ്ങൾ സാബത്ത് ആചരിക്കാത്തത് കൊണ്ടാ. എനിക്ക് നിങ്ങളോട് പറയുന്ന 2 കാര്യങ്ങൾ ഇന്നിതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാബത്ത് ആചരിക്കാൻ ഒരു ദൈവ പൈതൽ തീരുമാനമെടുത്ത് ആ 7ാം ദിവസം നിങ്ങൾ സാബത്ത് ആചരിച്ചാൽ ഒരു കാര്യം അച്ഛൻ ഉറപ്പ് തന്നേക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ 3 ഇരട്ടി, ഇപ്പോൾ ഉള്ളതിനേക്കാളും 3 ഇരട്ടി പ്രതിഫലങ്ങൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അച്ഛൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് മക്കളെ. നിങ്ങൾ സാബത്തൊന്ന് വില കൊടുത്ത് ആചരിക്കണം. അങ്ങനെ ആചരിച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും 3 ഇരട്ടി ഫലങ്ങള്, 3 ഇരട്ടി കൃപകള്, 3 ഇരട്ടി അനുഗ്രഹങ്ങള് വീട്ടിലേക്ക് പെയ്തിറങ്ങുന്നത് കാണാൻ പറ്റും. 2ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ സാബത്ത് ആചരിക്കാതിരുന്നാൽ ഒരു ദിവസം ഇതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. എന്താ ഇതിങ്ങനെ പ്രശ്നം അറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, സാബത്ത് ആചരിക്കാൻ തുടങ്ങുമ്പോൾ ചില കെട്ടുകൾ തന്നെ പൊട്ടിപ്പോകുന്ന കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയുന്ന ബൈബിൾ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക: സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. കേട്ടോ, സാബത്തിനെ ചവിട്ടി മെതിക്കരുത്. 2ാമത് പറയുന്നത് എന്താ? സാബത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ നീ നിറവേറ്റരുത്, ഇതിൽ നീ പിന്തിരിയണം. എന്നിട്ട് പറയുന്ന കാര്യം എന്താ? സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കണം. എന്നിട്ട് വീണ്ടും പറയുന്ന കാര്യം ഇതാ: നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. ഇന്ന് അനേകരുടെ ചിന്താഗതി എന്നറിയാമോ? സാബത്ത് ദിവസം രാവിലെ പോയി ഒരു ബലി അർപ്പിച്ചിട്ട് എന്തും ചെയ്യാം, എന്തു കാര്യവും പ്രവർത്തിക്കാം, എങ്ങനെയും അധ്വാനിക്കാം, ഏത് ബിസിനസ്സും ചെയ്യാം, ഏത് കൃഷിയും ചെയ്യാം, ഏത് ആനന്ദത്തിലേക്കും പോകാം, ഏത് സന്തോഷത്തിലേക്കും പോകാം, ഏത് പിക്നിക്കിനും പോകാം, ഏത് സിനിമയും കാണാം, ഏത് രീതിയിൽ പോയി ജീവിക്കാം, ഏത് മൊബൈലിൽ എന്ത് കാര്യവും കണ്ടുകൂട്ടാം. ഇതൊന്നും ഇതാണ് ഇന്ന് അനേകരുടെ രീതി, അനേകരുടെ സാബത്ത് ചിന്താഗതി ഇതാ. അതുകൊണ്ട് ഈശോ വചനത്തിൽ വ്യക്തമായിട്ടും പറയുന്നു, സാബത്തിനെ കുഞ്ഞെ ചവിട്ടി മെതിക്കരുത്. 2ാമത് പറയുന്ന കാര്യം എന്താ? വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കരുത്. 3ാമത് പറയുന്ന കാര്യം എന്താ? നിന്റെ സ്വന്തം വഴിയിലൂടെ അന്ന് നടക്കരുത്. നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അന്നേ ദിവസം ഇരിക്കണം. നമുക്കിഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ദിവസം അല്ല മക്കളെ അന്ന് എന്തിനുള്ള ദിവസം? ദൈവാരാധന, 2 ജീവകാരുണ്യ പ്രവർത്തി. ഇതാ സാബത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. 1 ദൈവാരാധന, 2 ജീവകാരുണ്യ പ്രവർത്തി. ഇത് നിങ്ങൾ ചെയ്താൽ എന്താ കിട്ടുന്നേ? 14-ാമത്തെ വചനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 14-ാമത്തെ വചനം. വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക. കേട്ടെ, ശ്രദ്ധയോടെ കേട്ടെ: അപ്പോൾ നീ കർത്താവിൽ ആനന്ദിക്കും. നീ അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? നീ കർത്താവിൽ ആനന്ദിക്കും. 2 ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും. 3 നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവ് ഇതരുളി ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. കേട്ടെ, വചനം പഠിപ്പിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം പഠിപ്പിക്കുന്നു: 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ, നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധ വെക്കണം. വീണ്ടും വചനം കേട്ടെ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വചനം പഠിപ്പിക്കുന്നു: 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അത് വിശുദ്ധ ദിവസം. അതുകൊണ്ടാണ് വീണ്ടും വചനം കേട്ടെ, ലേവ്യരുടെ പുസ്തകം 26:2 പഠിപ്പിക്കുന്നു: നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യും, ഞാനാണ് കർത്താവ്. വീണ്ടും ഒരു വചനം കൂടി കേട്ടെ പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുന്നു: സാബത്ത് വിശുദ്ധ ദിനമായിട്ട് ആചരിക്കണമെന്ന് ഓർക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലിയും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ
നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച അല്ലാട്ടോ കൃഷി ഇറക്കണ്ടേ, ഞായറാഴ്ച അല്ല മക്കളെ കട തുറക്കണ്ടേ, ഞായറാഴ്ച അല്ല മക്കളെ സമ്പത്തുണ്ടാക്കണ്ടേ. അത് നീ മാത്രമല്ല, നിന്റെ ഒരു ജോലിക്കാരെ പോലും അന്ന് ചെയ്യിപ്പിക്കല്ലേ. പണ്ടത്തെ കാരണവന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്ന കാര്യപ്രകാരമാ, ഞായറാഴ്ച ഉണ്ടാക്കുന്ന പണം അച്ഛാ ഹോസ്പിറ്റലിലാ കൊണ്ടി കൊടുക്കാൻ പറ്റൂ. ചില അപ്പച്ചന്മാർ പറയണ കേട്ടെ, ഞായറാഴ്ച ഒരു വീട് പണിയൊക്കെ നടത്തിയാൽ അത് മുഴുവനും പ്രശ്നമാ, അതെന്നും വഴക്കും ബ്ലോക്കുവാ. ചില അപ്പച്ചന്മാർ പറയുന്ന കേട്ടുണ്ട്, ഞായറാഴ്ച പോയി കൃഷി തൊട്ടാൽ ആ കൃഷി എങ്ങനെ രക്ഷപ്പെടുന്ന കണ്ടിട്ടില്ല അച്ഛാ. പണ്ടത്തെ കാരണവന്മാർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഞായറാഴ്ച ആചരിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ മക്കളോട് ഞാൻ പറയുക, ഞായറാഴ്ച ആചരിക്കണേ. ഞായറാഴ്ച നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കല്ലേ. ഞായറാഴ്ച നമുക്ക് തോന്നിയ പോലെ മുന്നോട്ട് പോകല്ലേ മക്കളെ. എന്താ ഞായറാഴ്ച ചെയ്യണ്ടേ, എന്താ സാബത്ത് ചെയ്യണ്ടേ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരുങ്ങി നന്നായിട്ട് പോയി ഒന്ന് ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വന്ന് മക്കളെ കാറ്റഗിസത്തിനും ഞായറാഴ്ച കുർബാനയ്ക്കുമായിട്ടൊന്ന് പറഞ്ഞു വിട്ടേ. അവർ വരുമ്പോഴേക്കും ഇത്തിരി സമ്പത്തൊക്കെയുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, വീട്ടിൽ 5 പേർ ഉള്ളെങ്കിൽ 10 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, 5 പൊതിച്ചോറ് കെട്ടിവെക്കണം. മക്കൾ വന്നതേ മക്കളെയും കൂട്ടി സ്വന്തം വാഹനത്തിൽ ടൗണിൽ പോകണം. ടൗണിൽ ചെല്ലുമ്പോൾ വഴി സൈഡിലൊക്കെ ഭക്ഷണം കഴിക്കാതെ ഭിക്ഷ യാചിച്ചിരിക്കുന്ന ചിലവരെ കാണാൻ പറ്റും. മക്കളുടെ കയ്യിലേക്ക് ഒരു പൊതിച്ചോറ് കൊടുത്തിട്ട് പറയണം, കൊണ്ടുപോയി അപ്പച്ചന് കൊടുക്ക്, ആ അമ്മച്ചിക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവരത് സ്വീകരിക്കും. അവർ ഉള്ളുകൊണ്ടൊന്ന് അനുഗ്രഹിക്കുക കുഞ്ഞുങ്ങളെ. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമൊക്കെ നമ്മുടെ മക്കളെയും ജീവിത പങ്കാളിയൊക്കെ കൂട്ടിക്കൊണ്ട് അനാഥശാലയിൽ പോകണം, വൃദ്ധഭവനങ്ങളിൽ പോകണം, പ്രായമായ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോകണം, രോഗികളുടെ അടുത്ത് പോകണം. നിങ്ങൾ അനാഥശാലയിൽ പോകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല വില കൂടിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇത്തിരി വില കുറഞ്ഞ ഡ്രസ്സ് മേടിച്ച് ആ പാവപ്പെട്ട അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി ഒന്ന് കൊടുക്കാമോ? പണമുണ്ടെങ്കിൽ ഇത്തിരി അരി മേടിച്ചോ ഭക്ഷണ വസ്തുക്കൾ മേടിച്ചോ അവർക്ക് കൊണ്ടുപോയി ഒന്ന് കൊടുക്കാമോ? ഞായറാഴ്ച ദിവസം നമ്മുടെ മക്കൾ വൈകുന്നേരം അവരുടെ കൂടെ വേണമെങ്കിൽ ഒന്ന് ഭക്ഷിച്ചോട്ടെ, അവരുടെ കൂടെ ഒന്ന് ഇരുന്നോട്ടെ, അവർ ചെയ്യുന്ന കാര്യം ഒന്ന് കണ്ടോട്ടെ. വൃദ്ധഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിയിട്ട് അവിടെ ആ പ്രായമായ അപ്പച്ചനോടും അമ്മച്ചിയോടൊക്കെ ചോദിക്കണം, എന്തേ അപ്പച്ച ഇവിടെ വരാൻ കാരണം, എന്തേ അമ്മച്ചി ഇവിടെ വരാൻ കാരണം? അപ്പോൾ അവിടെ കഴിയുന്ന ആ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടല്ലോ, കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ചില വേദനയുടെ കാര്യങ്ങൾ പറയും. നമ്മുടെ മക്കൾ അത് കേൾക്കണം. നമ്മുടെ മക്കൾ അത് കേട്ടാൽ ഒരു ദിവസം നിങ്ങളെ അവിടെ കൊണ്ടുപോയി വിടില്ല, നിങ്ങളെ അവർ ഉപേക്ഷിക്കില്ല. പ്രായമായ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നിങ്ങളൊന്ന് പോയിക്കേ. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികൻ അവിടെ കാണുമായിരിക്കാം, ജ്ഞാനസ്നാനം നൽകിയ വൈദികൻ അവിടെ കാണുമായിരിക്കാം, നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങളുടെ വികാരിയച്ഛന്മാർ, പഴയ വികാരിയച്ഛന്മാർ അവിടെ കിടപ്പുണ്ടായിരിക്കാം. ആരുമില്ല, അവരോടൊന്നും മിണ്ടാൻ ആരുമില്ല. നിങ്ങൾ അവിടെ ചെല്ലണം, അവരോടൊന്ന് സംസാരിക്കണം. അവർ ചിലപ്പോൾ ലെക്ക് കെട്ട വർത്താനൊക്കെ പറഞ്ഞുമായിരിക്കും, കണക്ഷനില്ലാത്ത വർത്താനൊക്കെ പറയുമായിരിക്കാം. പക്ഷെ പോരാൻ നേരത്ത് അവരുടെ ആശീർവാദം മേടിക്കണേ, ഒരു അനുഗ്രഹം മേടിക്കണം. അല്ലെങ്കിൽ രോഗികളെ കാണാനായിട്ട് നിങ്ങൾ ഞായറാഴ്ച പോകണം, അവരോട് സംസാരിക്കണം, അവർ നിങ്ങൾ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. സാപത്തിൽ ദൈവിക കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തികളും നിങ്ങൾ ചെയ്തേ. നിങ്ങളുടെ കുടുംബത്തിൽ കൃപയാ. ഒന്നുമില്ലേൽ വൈകുന്നേരം മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മുടെ പള്ളിയിൽ പോയി ഒരുമിച്ചിരുന്നൊരു ജപമാല ചൊല്ലിക്ക്, ആ സിമിത്തേരിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ ബൈബിൾ വായിച്ചേ, അന്ന് കുറച്ച് കൂടുതൽ പ്രാർത്ഥിച്ചേ. നമുക്ക് ആ മൊബൈലൊന്ന് മാറ്റി വെക്കാന്നേ, നമുക്ക് ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണണ്ടെന്നേ, നമുക്കന്ന് TV ഒന്നും കാണണ്ടെന്നേ, നമുക്ക് അന്നല്ലെന്നേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. നമുക്ക് അന്നൊരു വില കൊടുത്ത് സാപത്ത് ആചരിച്ചേ. പ്രിയപ്പെട്ടവർ, എനിക്കറിയാം അനേക കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, സാപത്ത് ആചരിച്ച് കൃപ മേടിക്കുന്ന അനേക വ്യക്തികളെ എനിക്കറിയാം, അനേക കുടുംബങ്ങളെ അറിയാം. ഇച്ചിരി വില കൊടുക്കണം. അവരൊക്കെ അവരുടെ ജീവൻ നോക്കുമ്പോൾ എന്നും അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്, എന്നും അവർക്കൊരു ആശ്വാസമുണ്ട്. അവർക്കൊരിക്കലും ഒരു പരാതി ഞാൻ കണ്ടിട്ടില്ലേ. അവർക്ക് ആ ഒരു ജീവിതത്തിൽ ഒരു മടുപ്പോ ഒരു വിഷമമോ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കണ്ടിട്ടില്ലേ. സാപത്തിന് വില കൊടുത്തോ കൃപ ഉറപ്പാ, അനുഗ്രഹം ഉറപ്പാ, നമ്മുടെ കുടുംബം രക്ഷപ്പെടും മക്കളെ. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മൾ സാപത്തിന് വില കൊടുത്ത് സാപത്ത് അതിൻ്റെ പൂർണ്ണതയിൽ ആചരിക്കാൻ പരിശ്രമിച്ച്, സാപത്തിലല്ല പഠനം, സാപത്തിലല്ല മക്കളെ പഠിപ്പിക്കണ്ടേ. അങ്ങനെ സാപത്ത് വില കൊടുത്ത് ആചരിച്ചിട്ട് മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടെ അനുഗ്രഹം പ്രാപിച്ച മക്കളെ അച്ഛനറിയാം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാപത്തിന് വില കൊടുക്ക്. സാപത്ത് ആചരിക്കുന്നതിലൂടെ കുടുംബത്തിലേക്ക് കൃപ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കട്ടെ. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിശുദ്ധി ആരാധനയിലും നന്നായിട്ട് പ്രാർത്ഥിച്ചോണം, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോണം കേട്ടോ. നമ്മുടെ കുടുംബം ഇത്രയും നാൾ സാപത്ത് ആചരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് കുമ്പസാരത്തിലൊക്കെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ദൈവം നമ്മുടെ കുടുംബത്തെ ആശീർവദിക്കും, അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം മക്കളെ. നമ്മുടെ കുടുംബത്തെ എല്ലാം സമർപ്പിച്ചിട്ട് ഈശോയുടെ കരുണയ്ക്കായിട്ട് യാചിക്കട്ടെ. കരുണയൊഴുക്കണേ അപ്പാ, തിരുഹൃദയത്തീന്ന് കരുണയൊഴുക്കണമേ. ആ മുറിവിൽ നിന്നൊഴുകുന്ന ജലവും രക്തവും ഞങ്ങളുടെ മേൽ കരുണയായിട്ട് ഒഴുകട്ടെ. ശരണപ്പെടുന്നു അപ്പ. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ, എൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് അങ്ങയുടേതാ. നിങ്ങൾ ശരണപ്പെടുക. കുടുംബാംഗങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങയുടേതാ. ശരണപ്പെടുക. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുരുക്കുകളും അഴിക്കണമേ, എല്ലാ കെട്ടുകളും അഴിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ കുരുക്കഴിക്കാൻ അങ്ങ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ച പരിശുദ്ധി അമ്മയായ അമ്മ മാതാവിനോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകൾ, എല്ലാ കുരുക്കുകൾ, തടസ്സങ്ങൾ, സ്വാധീനങ്ങൾ എല്ലാം എടുത്തു മാറ്റി വലിയ അഭിഷേകം കുടുംബത്തിൽ നിറയട്ടെ, ശക്തി ധരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചേ, നന്നായിട്ടൊന്ന് ഉള്ളുരുകി നിങ്ങളുടെ ആ നിയോഗങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഹൃദയം ഉരുക്കി ഒന്ന് പ്രാർത്ഥിച്ചേ. പക്ഷെ ഇടപെടും മക്കളെ, തള്ളിക്കളയില്ല കേട്ടോ. ഒരു വ്യക്തി പോലും വ്യർത്ഥമായിട്ടിരിക്കല്ലേ. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു. കന്യകാമറിയമേ, അപേക്ഷമായി വരുന്ന ഓരോ ദൈവമക്കളെയും ഒരിക്കലും ഉപേക്ഷിക്കാത്ത വാത്സല്യനിധിയായ അമ്മേ, ഹൃദയത്തിൽ നിറയുന്ന ദൈവസ്നേഹവും അനന്തമായ കാരുണ്യം കൊണ്ട് സദാ പ്രവർത്തന നിരതമായ കരങ്ങളോടുകൂടിയ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ കഠിനമായി ബന്ധിക്കുന്ന കെട്ടുകളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞങ്ങൾ എത്ര നിസ്സാരനാണെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ വേദന അമ്മ ഗ്രഹിക്കുന്നുവല്ലോ. ജീവിതത്തിൻ്റെ കെട്ടുകളുടെ ആധിക്യം എത്ര ഗാഢമായി ഞങ്ങളെ ബാധിച്ചിരിക്കുന്നുവെന്ന് അമ്മ മനസ്സിലാക്കുന്നല്ലോ. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചരട് ഞങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾക്കൊരിക്കലും അത് നിന്റെ കരുത്തുള്ള കരത്തിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾ കഴിക്കാനാവില്ലാത്ത കെട്ടുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ പുത്രനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കെട്ടിനെ നീ കയ്യിലെടുക്കണമേ. നിങ്ങളുടെ ആ നിയോഗം ഒന്ന് സമർപ്പിച്ച് ദൈവമഹത്വത്തിനായി ഈ കെട്ട് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, നീയാകുന്നു എൻ്റെ ആശ്രയം. എൻ്റെ അമ്മേ, ദൈവം എനിക്ക് നൽകുന്ന ഏക ആശ്വാസം നീയാ. എൻ്റെ ദൗർബല്യത്തിൽ നീയാണ് എൻ്റെ ശക്തി. എൻ്റെ ദാരിദ്ര്യത്തിൽ നീയാണ് എൻ്റെ സമ്പത്ത്. ഈശോയോട് കൂടി നീയാണ് എൻ്റെ ബന്ധനത്തിൻ്റെ മോചനം. എൻ്റെ സുരക്ഷിതമായ അഭയമേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ നിമിഷം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ആ പ്രാർത്ഥനയെ ചൊല്ലിയേ. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കെട്ടുകളും അമ്മ വഴി ദിവികാരുണ്യ ഈശോയിലേക്ക് ചേർത്ത് വെച്ച് ഏറ്റവും പരിശുദ്ധനായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിലും ഞങ്ങൾ ഇന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ മാമോദീസായുടെയും ശക്തിക്കും, അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശക്തിക്കും, അവിടുത്തെ ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും ശക്തിക്കും, വിധിയാളനായുള്ള അവിടുത്തെ രണ്ടാം വരവിൻ്റെ ശക്തിക്കും ഞങ്ങൾ ഇന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. സറാഫുകളുടെ സ്നേഹത്തിൻ്റെ ശക്തിക്കും, മാലാഹമാരുടെ അനുസരണത്തിനും, നിത്യസമ്മാനം ലഭിക്കുന്നതിനുള്ള ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയ്ക്കും, പാത്രീസ്യന്മാരുടെ പ്രാർത്ഥനകൾക്കും, പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കും, കുമ്പസാരക്കാരുടെ വിശ്വാസത്തിനും, കന്യകളുടെ ശുദ്ധതയ്ക്കും, വിശുദ്ധരുടെ പുണ്യപ്രവൃത്തികൾക്കും ഞങ്ങൾ ഇന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. പിശാചിൻ്റെ കെണികൾക്കെതിരായും, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരായും, പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും, അടുത്തോ അകലെയോ ഒറ്റയ്ക്കോ കൂട്ടായോ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന എല്ലാവർക്കുമെതിരായി ഞങ്ങളെ വഴി നടത്തുന്നതിനായി ദൈവമേ നിൻ്റെ ശക്തിക്കും, ഞങ്ങളെ താങ്ങി നിർത്തുന്നതിനായി ദൈവമേ നിൻ്റെ ബലത്തിനും, ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി ദൈവമേ നിൻ്റെ ജ്ഞാനത്തിനും, ഞങ്ങളെ നോക്കിപ്പാർക്കുന്നതിനായി
ദൈവമേ നിൻ്റെ കണ്ണുകൾക്കും, ഞങ്ങളെ ശ്രവിക്കുന്നതിനായി ദൈവമേ നിൻ്റെ കാതുകൾക്കും, ഞങ്ങൾക്ക് സംസാരിക്കുന്നതിനായി ദൈവമേ നിൻ്റെ വചനത്തിനും, ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി ദൈവമേ നിൻ്റെ കരങ്ങൾക്കും, ഞങ്ങൾക്ക് പാതി ഒരുക്കുന്നതിനായി ദൈവമേ നിൻ്റെ മാർഗത്തിനും, ഞങ്ങൾക്ക് അഭയം നൽകുന്നതിനായി ദൈവമേ നിൻ്റെ പരിചയ്ക്കും, ഞങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ദൈവമേ നിൻ്റെ സൈന്യത്തിനും ഞങ്ങളെ തന്നെ ഈ നിമിഷം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനുമെതിരായി യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ എല്ലാ ഉഗ്രശക്തികൾക്കെതിരായും, വ്യാജ പ്രവാചകന്മാരുടെ എല്ലാ വശീകരണങ്ങൾക്കെതിരായും, തിന്മയുടെ എല്ലാ കറുത്ത നിയമങ്ങൾക്കെതിരായും, ദൈവനിന്ദയുടെ എല്ലാ വ്യാജ നിയമങ്ങൾക്കെതിരായും, വിഗ്രഹാരാധനയുടെ എല്ലാ കബളിപ്പിക്കലിനുമെതിരായും, ദുർമന്ത്രവാദികളെയും കൂടോത്രക്കാരുടെയും എല്ലാ ആഭിചാരത്തിനുമെതിരായും, മനുഷ്യാത്മാവിനെ ബന്ധനാവസ്ഥയിലാക്കുന്ന എല്ലാ അറിവുകൾക്കെതിരായും ഈ പുണ്യങ്ങൾ തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർത്ഥമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ വിഷബാധയിൽ നിന്നും, പൊള്ളലിൽ നിന്നും, മുങ്ങിമരണത്തിൽ നിന്നും, മുറിവുകളിൽ നിന്നും, മാരക രോഗപീഠകളിൽ നിന്നും, പൈശാചിക കെട്ടുകളിൽ നിന്നും, കലഹത്തിൽ നിന്നും ക്രിസ്തുവേ എന്നെയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇന്നേ ദിവസവും എല്ലാ നിമിഷവും കാത്തു സംരക്ഷിക്കണമേ. ക്രിസ്തു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് മുമ്പേയും ഞങ്ങൾക്ക് പിറകെയും ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ കീഴിലും ഞങ്ങളുടെ മുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും, ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിലും, ഞങ്ങളെ കാണുന്ന എല്ലാ കണ്ണുകളിലും, ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ കാതുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും, എല്ലാ മൂലങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞങ്ങളിന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. രക്ഷകർത്താവിൻ്റെതാണ്, രക്ഷകർത്താവിൽ നിന്നാണ് രക്ഷ. ഓ കർത്താവേ, എന്നേക്കും അങ്ങയോടത്തുണ്ടാകട്ടെ. ആമേ. ഈശോയ്ക്ക് സമർപ്പിച്ചേ, കർത്താവിനെ വിളിച്ചേ, ഈശോയെ കൂടെ വരണം, മുന്നിലും പുറകിലും സൈഡിലും ഞങ്ങൾ ഉണ്ടാകണം. ഈശോയെ ഞങ്ങളെ വഴി നടത്തണം. ഈശോയെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണം. ഈശോയെ നിൻ്റെ ഹിതം നിറവേറ്റാൻ ശക്തി തരണം. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറക്കണമേ എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് ഉള്ളൊരുക്കി മനസ്സൊരുക്കി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വന്തമാക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അഭിഷേക ശക്തി നമ്മെല്ലാവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജപമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം. അത് പ്രധാനപ്പെട്ട. നമുക്ക് നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ ആളുകൾ വലിയ ഡെലിവറൻസ് എല്ലാവരുടെയും കുടുംബത്തിൽ വരുന്നുണ്ട്. ഒത്തിരി പേര് പല രീതിയിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.